ഹലോ, എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങൾ? സുഖമായിട്ടിരിക്കുന്നോ? നയനം എങ്ങനെയൊക്കെയോ എന്തൊക്കെയോ ആക്കി വെച്ചിരിക്കുകയാണല്ലേ. ഇനിയിപ്പോൾ അതൊക്കെ ശരിയാക്കാനുണ്ട്. അതിനിടയ്ക്കൊരു കല്യാണം കഴിപ്പം നടക്കുന്നുണ്ട്. നടക്കുമോ എന്ന് നമുക്ക് നോക്കാം. അതൊരു കല്യാണമായിട്ട് കണക്കാക്കാൻ പറ്റുമോ എന്ന് നമുക്ക് നോക്കാം. നയനം 22-ാം ഭാഗത്തിലേക്ക് സ്വാഗതം. ബലിഷ്ഠമായ ആ കയ്യിൽ നിന്നും മുളച്ചു തൂങ്ങിയ പോലെ ആ താലി അവളുടെ മുമ്പിൽ കിടന്നാടി. നയനയുടെ മിഴികൾ വിടർന്നു. അവൾ അറിയാതെ നെഞ്ചിൽ കൈവച്ചു പോയി. ഇനിയിപ്പോൾ ആ ടെൻഷൻ വേണ്ട. മിന്നെങ്കിൽ മിന്ന്. അർജുൻ്റെ സ്വരം ഏതോ ഗുഹയിൽ നിന്ന് കേൾക്കുന്നത് പോലെ തോന്നി. ദാ ഇത് വാങ്ങി കഴുത്തിലിട്ടോ. അവൻ ആ മാല അവൾക്ക് നേരെ നീട്ടിക്കൊണ്ടു പറഞ്ഞു. അവൻ്റെ അടുത്തേക്ക് നടക്കുമ്പോൾ അവളുടെ പാദങ്ങൾ വരെ വിറകൊണ്ടു. അവനത് കഴുത്തിൽ കെട്ടിത്തരുമോ എന്നവൾ ഭയന്നു. വെറുതെ ആണെങ്കിലും അങ്ങനെ ഒരു മിന്ന് കെട്ടിത്തന്നാൽ അതൊരു കല്യാണമാകില്ലേ? ഈ വീടിൻ്റെ അകത്ത് വെച്ച് ഈശോയുടെ തിരുസാന്നിധ്യമോ ജന്മം നൽകി വളർത്തിയ മാതാപിതാക്കളുടെ അനുഗ്രഹമോ ഇല്ലാതെ താലിയുടെ ബന്ധനത്തിൽ ഒതുങ്ങിപ്പോയൊരു കെട്ട്. കടലിലെ തിരമാലകൾ പോലെ അവളുടെ മനസ്സ് ആർത്തിരമ്പി. പേടിച്ചു വിറച്ചു അവൾ കൈ അവന് നേരെ നീട്ടി. തന്നോട് ഞാൻ കെട്ടിക്കോളാം. അവനിൽ നിന്നും കുറച്ച് അകലം പാലിച്ചുകൊണ്ട് നയന കൈകൾ നീട്ടി. ഹയ്യടാ, ഇങ്ങനെ വെറുതെ നിന്റെ കയ്യിൽ തന്നിട്ട് കെട്ടിക്കോ എന്ന് പറഞ്ഞിട്ട് പോകാനേ. ഇത് 100 ഉലുവയുടെ ഫാൻസി മാലയൊന്നുമല്ല. സ്വർണം. പവൻ്റെ വില കുതിപ്പ് കണ്ട് റോക്കറ്റ് വരെ നാണിച്ചു നിൽപ്പാ. ഇട്ട് മൂടാനുള്ള കാശുണ്ടെങ്കിലും ഓരോ രൂപയും അർജുന് വിലപ്പെട്ടതാ. ഇങ്ങോട്ട് അടുത്തേക്ക് വാടി. അർജുൻ ഉച്ചത്തിൽ പറയുന്നതോടൊപ്പം നിലത്തൊന്ന് ആഞ്ഞു ചവിട്ടി. പേടിച്ചരണ്ട പാവം പെണ്ണ് അവൻ്റെ അരികിലേക്ക് നീങ്ങി നിന്നു. ആദ്യം അനുസരണക്കേട് കാണിക്കുമെങ്കിലും അവൻ്റെ ശബ്ദം പതിവിലുമൊന്ന് ഉയർന്നാൽ ഓടിയെത്തി അനുസരിക്കുന്നവളാണ് കൂടെയുള്ളവളെന്ന് ഈ കുറഞ്ഞ നാളുകൾ കൊണ്ട് അവൻ മനസ്സിലാക്കിയിട്ടുണ്ട്. നയനയുടെ കൺപീലികൾ പിടഞ്ഞു. അവൾ തുറിച്ചു നോക്കുന്ന അർജുൻ്റെ കണ്ണുകളിലേക്ക് ഇമ വെട്ടാതെ നോക്കി നിന്നു. ആ മിഴികളിൽ ഇപ്പോൾ കാണുന്ന ഭാവമെന്താണ്? അവൻ്റെ ഇരു കൈകളാൽ ഉയർത്തിപ്പിടിച്ച താലി, ചരടിനപ്പുറം കാണുന്ന പുരുഷമിഴിയിലെ ഭാവം അനിർവചനീയമാണ്. നയനക്ക് തൊണ്ടക്കുഴിയിൽ നിന്ന് ഉമിനീർ പോലും ഇറങ്ങാത്തതുപോലെ തോന്നി. താലി ഉയർത്തിപ്പിടിച്ചു തന്നെ അർജുൻ നയനക്കരികിലേക്ക് നീങ്ങി. സാറേ. അവളുടെ അപ്രതീക്ഷിത വിളിയിൽ അർജുൻ ചോദ്യഭാവത്തിൽ അവളെ നോക്കി. പെണ്ണിൻ്റെ കഴുത്തിൽ ഒരു പുരുഷൻ മിന്നു ചാർത്തിയാലും ഞങ്ങളുടെ വിശ്വാസപ്രകാരം അത് വിവാഹമായി സ്വീകരിക്കും. പേടിച്ചു വിറച്ചാണെങ്കിലും നയന കാര്യം പറഞ്ഞു. അതിപ്പം ഞങ്ങളുടെ മതവിശ്വാസപ്രകാരം താലി കെട്ടിയ പെണ്ണ് പിന്നെ ആ പുരുഷൻ്റെ പെണ്ണാ. കെട്ടിയത് വെറും ഒരു ചരടാണെങ്കിൽ കൂടെ. പക്ഷെ എനിക്ക് ഈ വക കോപ്പിലൊന്നും വിശ്വാസമില്ല. ഇതാ ചേച്ചിയെയും ചേട്ടനെയും കാണിക്കാൻ വേണ്ടി മാത്രമുള്ളതാ. ഓരോന്നും പറഞ്ഞ നേരം കളയാതെ ഇങ്ങോട്ട് അടുത്തേക്ക് നിൽക്കടി. അവൾ കുറച്ചുകൂടെ അടുത്തു വന്നതും അർജുൻ കഴുത്തിൽ പിടിക്കുന്നത് പോലെ 2 കൈകൾ അവളുടെ തോളിൽ വെച്ചു. താലി നയനയുടെ നെഞ്ചിൽ കിടന്നു തിളങ്ങി. പിറകിലേക്ക് തൂങ്ങിക്കിടന്ന ആ ചരടിൻ്റെ ഇരുഭാഗങ്ങളും ചേർത്ത് കെട്ടുമ്പോൾ കൈകൾ വിറക്കുന്നത് അവൻ അറിഞ്ഞു. അവളുടെ ഇരു കൈത്തണ്ടയിൽ പിടിച്ചു അല്പം ദൂരേക്ക് പിടിച്ചുകൊണ്ട് അവൻ കെട്ടിയ താലി അണിഞ്ഞു നിൽക്കുന്നവളെ കൺകുളിർക്കെ കണ്ടു. പക്ഷേ നയനയ്ക്ക് കാഴ്ച വ്യക്തമായിരുന്നു. കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി കാഴ്ച മറഞ്ഞുപോയി. കൊള്ളാം, ഈ മാല നിനക്ക് നല്ലോണം ചേരുന്നുണ്ട്. ഒരു സിന്ദൂരത്തിൻ്റെ കുറവുണ്ടെന്നറിയാം. കുഴപ്പമില്ല, നാളെ സെറ്റാക്കാന്നേ. അവൻ തോളിലൊന്ന് തട്ടിക്കൊണ്ട് പറഞ്ഞതും അവൾ ഹൃദയമായി ഒന്ന് ചിരിച്ചു. ഭേദിക്കാൻ ഇനിയും ഒരുപാട് അതിർവരമ്പുകൾ ഉണ്ടെന്നറിയാം. എങ്കിലും തൊട്ടരികിൽ നിൽക്കുന്നത് തൻ്റെ ആരൊക്കെയാണെന്നൊരു തോന്നൽ അവളുടെ ഉള്ളിൽ വിത്തുപാകിയിരുന്നു. അർജുൻ കെട്ടിയ താലിച്ചരടിൽ മുറുകെ പിടിച്ചുകൊണ്ട് എത്ര നേരമാ ആ ഇരിപ്പിരുന്നതെന്ന് അവൾക്ക് പോലും ഒരു നിശ്ചയവുമില്ല. നയനയുടെ ഫോൺ റിങ് ചെയ്യുന്നത് കേട്ട് ഞെട്ടിപ്പിടഞ്ഞ് ഏന്തി വലിഞ്ഞു. അപ്പുറത്തെ മേശപ്പുറത്തിരിക്കുന്ന ഫോൺ അവൾ എടുത്തു. അമ്മച്ചി, എന്നാ ഉണ്ട് വിശേഷങ്ങൾ? ഫോൺ എടുക്കും മുമ്പേ അവൾ വിറച്ചു അടഞ്ഞുപോയ ശബ്ദമൊക്കെ നേരെയാക്കി തയ്യാറെടുത്തിരുന്നു. ശബ്ദമൊന്ന് ഇടറിയാൽ, അറിയാതെ ഒന്ന് കരഞ്ഞുപോയാൽ എല്ലാം കയ്യിൽ നിന്ന് പോകും. അമ്മച്ചി, ഒരു കാര്യം പറയാൻ വിളിച്ചതാ മോളെ. എന്താ അമ്മച്ചി? അവൾക്ക് ആദിയായി. കുഞ്ഞുമോൾക്ക് എന്തെങ്കിലും? അപ്പച്ചന് വയ്യായിക?
നൂറ് ആദികളാ. പക്ഷെ വിഷയം നയനയുടെ ചിന്തകളിൽ നിന്ന് വിട്ടുപോയൊരു കാര്യമായിരുന്നു. വീടിൻ്റെ ആധാരം വെച്ച് ലോൺ എടുത്തതിൻ്റെ അടവ് തെറ്റിയിട്ട് ബാങ്കിൽ നിന്നും നോട്ടീസ് വന്നിട്ടുണ്ട്. തൽക്കാലം ഒന്ന് പിടിച്ചു നിൽക്കാൻ അമ്മച്ചി കൊച്ചിൻ്റെ ആ വള പണയം വെച്ചു. പക്ഷേ അടുത്ത മാസം എന്തോ ചെയ്യുമെന്ന് എനിക്കൊരു രൂപവുമില്ല കൊച്ചേ. ട്രേസിയുടെ വിതുമ്പൽ ഫോണിലൂടെ കേട്ട് നയനയുടെ മനസ്സ് അസ്വസ്ഥമായി. അമ്മച്ചി വിഷമിക്കാതിരിക്കെ. അപ്പച്ചൻ ഇക്കാര്യമൊന്നും നിന്നോട് പറയരുതെന്ന് പറഞ്ഞതാ. എൻ്റെ കൊച്ചെ, നിന്നോടല്ലാതെ ഈ അമ്മച്ചി ആരോടാണ് നെഞ്ചിലെ ഭാരം ഇറക്കി വെച്ചു എന്ന് കരഞ്ഞു തീർക്കുക. അമ്മച്ചിയുടെ ആദി കൊണ്ടുള്ള നെടുവീർപ്പും മണപ്പും അവൾക്ക് കേൾക്കാം. നയന മിഴികൾ ഇറുക്കി ചിമ്മി. സാർ തന്ന ചെക്ക് കയ്യിൽ ഉണ്ട്. ആ പണം മാറിയെടുത്താൽ ലോൺ തിരിച്ചടക്കാൻ കഴിയും. അമ്മച്ചി, ഞാൻ അങ്ങോട്ട് വിളിക്കാം കേട്ടോ. നയന ഫോൺ കട്ട് ചെയ്ത് നോക്കിയതും കട്ടിലപ്പടിയിൽ ഇരുകൈകൾ ഊന്നി നെഞ്ചും വിരിച്ചൊരുത്തൻ നിൽപ്പുണ്ട്. ആ മുഖത്ത് നിറയെ ചിരിയാണ്. നല്ല മൂഡിലാണെന്ന് തോന്നുന്നു. താലി കെട്ടുന്ന ചടങ്ങ് നടന്ന സ്ഥിതിക്ക് ഇത് നമ്മുടെ ഫസ്റ്റ് നൈറ്റ് ആണല്ലോ. തണുക്കുന്നുണ്ടെന്ന പോലെ കൈകൾ നെഞ്ചോട് ഇറുക്കി വെച്ചുകൊണ്ട് അവൻ ഒരു താളത്തിൽ അങ്ങനെ പറഞ്ഞു. അതിന് നയന മനസ്സിലാണ് കേട്ടോ പറഞ്ഞത്. അവളുടെ കണ്ണുകൾ വിടർന്നു വന്നു. പുറത്തേക്ക് ചാടുമെന്ന അവസ്ഥയായി. ഇന്നെൻ്റെ കൂടെ കിടക്കണം, ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞുകൊണ്ട് അർജുന മുറിവിട്ടു പോയി. ഇടിയും മിന്നലും പേടിച്ച് അഭയം തേടി ചെന്നപ്പോൾ കിട്ടിയ അനുഭവത്തിൽ നിന്നും ഉറപ്പിച്ചതായിരുന്നു ഭൂമികുലുക്കം ഉണ്ടായാലും ആ മുറിയിൽ പോകില്ലെന്ന്. പക്ഷെ ആളിപ്പം നല്ല മൂഡിലാ. അനുസരണക്കേട് കാണിച്ചാൽ ദേഷ്യം മൂത്ത് അലറാൻ തുടങ്ങും. ഈ അവസരം മുതലെടുത്ത് വീട്ടിലെ കാര്യം അവതരിപ്പിക്കണം. കൃത്യമായ ലക്ഷ്യത്തോടെ നയന അവളുടെ മുറിയിലെ ലൈറ്റ് അണച്ചു അർജുൻ്റെ മുറിയിലേക്ക് ചേർന്നു. നയന ചെല്ലുമ്പോൾ അർജുൻ വാഷ്റൂമിൽ നിന്നിറങ്ങി മുഖം ടവലിൽ തുടക്കുന്നുണ്ട്. മുഖത്ത് നിന്ന് ടവലെടുത്ത് മാറ്റിയപ്പോൾ കണ്ടത് ഭയം തിങ്ങിക്കൂടിയ വിടർന്ന മിഴികളാൽ അവനെ നോക്കി വാതിൽക്കൽ നിൽക്കുന്ന കൊച്ചു സുന്ദരിയെയാണ്. എന്താ അവിടെ തന്നെ നിന്ന് കളഞ്ഞത്? ഇങ്ങോട്ട് കയറി വാ എൻ്റെ പെണ്ണേ. സ്നേഹം വാരി വിതറിയുള്ള ക്ഷണമാണ്. ഞാൻ കരുതിയത് നയന എന്നെ അനുസരിക്കാത്തവളാണെന്നാ. മുറിയിലേക്ക് കയറി വന്നവളുടെ കൈ തണ്ടയിൽ പിടിച്ചു അവൻ്റെ അടുത്തേക്ക് നിർത്തി. സ്നേഹത്തോടെ ശാന്തമായി പെരുമാറുന്ന അർജുനനെ നയനക്ക് ഭയമില്ല. മറിച്ചാണെങ്കിൽ പേടിച്ചു വിറച്ച് ഇല്ലാണ്ടാകാറാണ് പതിവ്. പക്ഷെ ഇപ്പോഴുള്ള ആർദ്രഭാവം മാറി രൗദ്രമാവാൻ മിനിറ്റുകൾ മതി പോലും. അർജുൻ അവളുടെ കവിളിൽ കൈവെള്ള അമർത്തി വെച്ചു. കുറെ നേരം എന്തോ ഓർത്തുകൊണ്ട് അവളെ നോക്കി നിന്നു. മെഴിയിൽ കുടുങ്ങിയ അവൻ കെട്ടിയ താലിയെടുത്ത് ഉയർത്തി. പാലും പഞ്ചാമൃതം ഒന്നുമില്ലാതെ നമുക്ക് നമ്മുടെ ആദ്യ രാത്രി തുടങ്ങാം. മുൻപ് ഇതുപോലൊരു ആദ്യ രാത്രിക്ക് തയ്യാറെടുത്തപ്പോഴല്ലേ ആ മത്തായും ഗോതമ്പും അത് കലക്കി കയ്യിൽ തന്നത്. അർജുൻ്റെ കണ്ണുകളിൽ നഷ്ടപ്പെട്ട രാത്രിയുടെ ഓർമ്മകൾ തെളിഞ്ഞു നിന്നു. ഞാൻ പറഞ്ഞില്ലേ നയന, മുൻപത്തെ വീടിനൊരു പോസിറ്റീവ് വൈബില്ല. ഇതിപ്പോൾ കൊച്ചു വീടാണെങ്കിലും നല്ല മനസ്സുഖം. വീടിൻ്റെ വലിപ്പത്തിലല്ല, അതിനകത്ത് ജീവിക്കുന്ന ആളുകളുടെ സമാധാനത്തിനാണ് പ്രാധാന്യം. അവൻ്റെ വാക്കുകൾ ശ്രവിക്കുന്നുണ്ടെങ്കിലും മനസ്സ് നിറയെ വീട്ടിലെ വിഷയം എപ്പോൾ എടുത്തിടാമെന്ന കണക്ക് കൂട്ടലിലായിരുന്നു നയന. അർജുൻ അവളുടെ നെറുകെ കവിൾ വെച്ചു തല ചായ്ച്ചങ്ങനെ നിന്നു. എന്തൊരു സുഖമാണ് ഈ നിൽപ്പിന്. ഈ ചേർന്ന് നിൽക്കുന്നവൾക്കൊപ്പം ഒരിക്കലും അവസാനിക്കാത്ത രാത്രികൾ വിരിയട്ടെ എന്നവൻ മനസ്സിൽ ആശിച്ചു. അവളുടെ മുതുകിൽ തലോടിക്കൊണ്ടിരുന്ന കൈകൾ പതിയെ എടുത്തു ആ വിരലുകളെ മുറുകെ പിടിച്ചു അവളെ ആ ബെഡിലേക്കിരുത്തി. എത്ര കണ്ടിട്ടും കൊതി തീരാത്തൊരു സൗന്ദര്യം. തനിക്ക് സ്വന്തമായി അരികിലുണ്ടായിട്ടും പൂർണ്ണമായും അവൻ്റേതാക്കാൻ കഴിയാത്തതെന്താണെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. അർജുൻ അവളുടെ ചുമലിൽ മുറുകെ പിടിച്ചു അവൻ്റെ നെഞ്ചിലേക്ക് ചായ്ച്ചവളെ കൊതി തീരെ ചുംബിച്ചു. നെറ്റിയിലും കണ്ണിലും കവിളിലും ഒടുക്കം ചുണ്ടിലും. ഒത്തിരിയേറെ ഗാഠമായി പോയ ചുംബനത്തിൻ്റെ മാധുര്യത്തിൽ അവളും അറിയാതെ മയങ്ങിപ്പോയിരുന്നു. ആലസ്യത്തോടെ അവൻ്റെ കീച്ചുണ്ട് നുടഞ്ഞവളുടെ മേൽചുണ്ടവൻ കടിച്ചു. നയന, പതിഞ്ഞു പോയൊരു ശബ്ദം. സാറേ, അവളൊന്ന് ഉറക്കെ വിളിച്ചു. ഓ, നശിപ്പിച്ച് സാറിലടി മാഷ്. ഈ താലി കൊണ്ടൊന്നും കേസ് തീരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നീ എല്ലാം നശിപ്പിക്കും. എന്നെ അവരുടെ മുമ്പിലെ കള്ളനാക്കും, നാണം കെടുത്തും. അവൻ ഓരോന്നായി എണ്ണി പറഞ്ഞു കൊണ്ടു ഒച്ചയിട്ടു. നയനയുടെ നെഞ്ചു മിടിക്കാൻ തുടങ്ങി. അവൻ ബെഡിൽ നിന്നും ചാടി എഴുന്നേറ്റതും അവളും പതിയെ എഴുന്നേറ്റ് നിന്നു. സാറേന്ന് വിളിച്ചത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇനി ഞാൻ വിളിക്കില്ല. വിതുമ്പി വന്ന തേങ്ങൽ ഒതുക്കി പിടിച്ചുകൊണ്ടവൾ പറഞ്ഞു. അർജുൻ്റെ അരികിൽ നിന്ന് ഒരടി മാറിയാണ് നിൽപ്പ്. കർട്ടനിൽ മുറുകെ പിടിച്ചുകൊണ്ട് പതുങ്ങി നിൽക്കുന്നവളെ നോക്കി അവൻ ഒന്ന് നിശ്വസിച്ചു. ദേഷ്യം ശമിപ്പിക്കാനുള്ള ശ്രമങ്ങളാണ്. അടക്കി നിർത്താൻ സാധിക്കാത്ത ഈ നശിച്ച ക്രോധം.
എന്തിന് സ്വയം പോലും അംഗീകരിക്കാൻ സാധിക്കാത്ത താൻ പോലും വെറുത്തു പോകുന്ന ഈ ദുസ്വഭാവം എനിക്കിഷ്ടപ്പെടാൻ വേണ്ടിയല്ല. അവരുടെ മുമ്പിൽ നീ എൻ്റെ ഭാര്യയല്ലേ? ഭർത്താവിനെ സാറെന്നാണോ വിളിക്കാറ് എൻ്റെ പൊന്നാര ഭാര്യയെ? നിന്റെ നാട്ടിൽ അങ്ങനെയാണോ വിളിക്കാറാണോടി? ഇറങ്ങിപ്പോയ ദേഷ്യം വീണ്ടും കയറി വരുന്നുണ്ട്. അർജുൻ പല്ല് ഞെരിച്ചു. പക്ഷെ ഇപ്പോൾ നുരഞ്ഞു പതയുന്ന ദേഷ്യം നിയന്ത്രിക്കാൻ അവളെ ഒന്ന് വാരിപ്പുണർന്നാൽ മതി, ആ കവിളൊന്ന് കടിച്ചെടുത്താൽ മതി. അവൻ്റെ ഒച്ചയിടയിൽ വിറച്ചുപോയവൾ അല്ലെന്ന് തലയാട്ടിയതും അർജുൻ അവളെ എടുത്തുയർത്തി ബെഡിലേക്കിട്ട് അവളിൽ കൊതിച്ചതൊക്കെ ചെയ്തു തീർത്തു. എന്നാ വിളിക്ക്, അർജുനേട്ടാന്ന് വിളിക്ക്. അവളുടെ ദേഹത്തേക്ക് അധിക ഭാരം കൊടുക്കാതെ അർജുൻ അവളുടെ മേലെ കയറിക്കിടന്നു. ആ കാൽവിരലുകൾ അവളുടെ പാദങ്ങളിൽ ഒഴിഞ്ഞു. ഒടുവിൽ തള്ളവിരലിൽ ഒരു ബന്ധനം പോലെ ചേർന്ന് നിന്നു. പെട്ടെന്നുള്ള അവൻ്റെ ആ പ്രവൃത്തിയിൽ ഭാവമാറ്റത്തിൽ പിടഞ്ഞു പോയിരുന്നവൾ. വിളിക്കടോ, അവൻ ആ ചെവിയിൽ തുമ്പിൽ കടിച്ചു. വിളിക്കാം വിളിക്കാം. നയന അവനെ ദേഹത്തിൽ നിന്ന് അടർത്തി മാറ്റാൻ ശ്രമിക്കുന്നുണ്ട്. അതിന് കഴിയാതെ അവൾ കിതപ്പോടെ പറഞ്ഞു, എന്നെ വിട് ഏട്ടാ. ആ വിളി കേട്ടതും അർജുൻ ഉറക്കെ ചിരിച്ചുകൊണ്ട് അവളുടെ അരികിൽ നിന്നും എഴുന്നേറ്റിരുന്നു. അടുക്കളയിൽ നിന്ന് പാത്രങ്ങൾ എടുക്കുകയും വെക്കുകയും ചെയ്യുന്ന ശബ്ദം കേട്ടാണ് നയന മിഴികൾ തുറന്നത്. ചെറു രോമങ്ങൾ തിങ്ങി നിറഞ്ഞ മൃദുലമായ ആ നെഞ്ചിലാണ് കിടക്കുന്നതെന്ന് ഞൊടി നേരം കൊണ്ട് അവൾക്ക് മനസ്സിലായി. അവൾ പതിയെ അവൻ്റെ കരവലയം ഏർപ്പെടുത്തി എഴുന്നേറ്റിരുന്നു. അർജുൻ ഇനിയും ഉണർന്നിട്ടില്ല. ആ രോമക്കൂട്ടിൽ മുഖം വെച്ച് കിടന്നത് കൊണ്ടാണോ എന്നറിയില്ല, കവിളിൽ ഒരു ചൊറിച്ചിൽ. കവിളും ചൊറിഞ്ഞു നോക്കുമ്പോൾ കാണുന്നത് ബെഡ്റൂം ഡോർ മലക്കെ തുറന്ന് കിടക്കുന്നതാ. ഇത് ഇന്നലെ അടച്ചു വെച്ചില്ലായിരുന്നു. അയ്യേ പറയുന്ന കൂടെ അവൾ കണ്ണുപൊത്തി. സീതയും രാജനും അതിരാവിലെ തന്നെ അപ്പാർട്ട്മെൻറ്റിലെത്തും. ആ സമയത്ത് അർജുനും നയനയും ഉണർന്നിട്ടുണ്ടാവില്ല. അവരെ ശല്യം ചെയ്യണ്ടെന്നും പറഞ്ഞ് സീതയാണ് മുൻവശത്തെ വാതിലിൻ്റെ സ്പെയർ കീ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ തുടങ്ങിയത്. അങ്ങനെയെങ്കിൽ മുൻവശത്തെ വാതിൽ കടന്ന് അകത്തേക്ക് വരുന്ന വഴി തുറന്നു കിടക്കുന്ന ഈ മുറിയിലേക്കും അവർ നോക്കിയിട്ടുണ്ടാകില്ലേ? സാറിൻ്റെ ദേഹത്തേക്ക് ഒട്ടിക്കിടന്നിരുന്ന തന്നെ കണ്ടിട്ടുണ്ടാകില്ലേ? ഓർക്കും തോറും ജാള്യത കൊണ്ട് നയനയുടെ മുഖം താഴ്ന്നു പോയി. നയന എഴുന്നേറ്റതൊന്നും അറിയാതെ അർജുൻ ഉറക്കത്തിൽ അവളെ കൈകൊണ്ട് തിരയുന്നത് കണ്ട് നയന പേടിയോടെ നിന്നു. ഇനി എങ്ങനെ സീത ചേച്ചിയുടെ മുൻപിലേക്ക് ചെല്ലുമെന്ന് ആലോചിച്ച് അപ്പുറത്തെ മുറിയിലേക്ക് നടന്നു. വാഷ്റൂമിൽ കയറി കുളിച്ച് മുടി തോർത്തിക്കൊണ്ടാണ് നയന വാഷ്റൂമിൽ നിന്ന് ഇറങ്ങിയത്. വൈറ്റ് ലെഗിങ്സും ലൈറ്റ് ഗ്രീൻ കുർത്തയുമായിരുന്നു നയനയുടെ വേഷം. കണ്ണാടിയിൽ നോക്കി അവൾ മുടി ഇരുവശത്തേക്ക് ഇട്ടുകൊണ്ട് ടവൽ കൊണ്ട് തുടച്ചു. സ്ഥാനം തെറ്റിക്കിടക്കുന്ന താലി ചെയിൻ അവൾ നേരെ ഇട്ടു. അർജുൻ സാർ കെട്ടിത്തന്ന മിന്ന്. നയനക്ക് നടന്നതൊക്കെ ഇന്നലെ കണ്ട സ്വപ്നമായിട്ടേ തോന്നിയുള്ളൂ. മോളെ വിളി കേട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ സാരി തുമ്പാൽ കയ്യിലെന്തോ മറച്ചു പിടിച്ചു നിൽക്കുന്ന സീതയെ കണ്ടു. തുടരും. അപ്പം അങ്ങനെ ഭാര്യ ഭർത്താക്കന്മാരായിട്ട് അഭിനയിച്ചിട്ട് അത് ഏറെക്കുറെ യാഥാർത്ഥ്യമായി തുടങ്ങിയിട്ടുണ്ടല്ലേ. അങ്ങനെ പൂർണ്ണമായും അത് യാഥാർത്ഥ്യമാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നിങ്ങളെൻ്റെ കൂടെ ഉണ്ടാവില്ലേ? നയന നിങ്ങൾക്ക് ഇഷ്ടമല്ലേ? അർജുനെ നിങ്ങൾക്ക് ഇഷ്ടമായി തുടങ്ങും. കുറച്ച് കഴിയട്ടെ അങ്ങോട്ടില്ലേ, ഒക്കെ ഒന്ന് സെറ്റാക്കാനുണ്ട്. ഇവരുടെ കുഞ്ഞുങ്ങളെയൊക്കെ കണ്ടിട്ടേ നമ്മൾ പോവുള്ളൂ കേട്ടോ. അപ്പോൾ നാളെ കാണാം. താങ്ക് യു.